കേരളത്തിലെ ഭരണഘടനാ തലവനായിട്ട് സ്ഥാനത്തിരിക്കുന്ന ഒരു ഗവർണർ, അയാളുടെ പല്ലിലെ കറ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു നിലവാരമില്ലേ ഹസ്കറെ? നിങ്ങളൊരു സീനിയർ അഭിഭാഷകനല്ലേ? നിങ്ങളൊരു പി എം ആർഷോയുടെ ലെവലിലേക്ക് തരം താഴാവോ? പി എം ആർഷോ ഗവർണറെ തെമ്മാടി എന്ന് വിളിക്കും, ഞങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം പി എം ആർഷോയ്ക്ക് 42 കേസുണ്ട്. പക്ഷെ നിങ്ങളൊരു സീനിയർ വക്കീലല്ലേ? നിങ്ങളൊരു സീനിയർ വക്കീൽ വന്നിരുന്നിട്ട് ഗവർണറുടെ പല്ലിലെ കറ മാറ്റാൻ 34 ലക്ഷം രൂപയുടെ ക്ലിനിക്ക് ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പി എം ആർഷോ ആവാതെ നിങ്ങൾ പി എം അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറാണ് നിങ്ങൾ, ആർഷോയല്ല. ഒരു മിനിറ്റ് അതേ ഒന്ന് പറയട്ടെ, പറഞ്ഞത്. അതായത് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിലൊക്കെ പ്രയോറിറ്റി ഉണ്ട്, ഒരു സംശയമില്ല. ആ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നടത്തി വരും ഏറ്റവും അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളെയും ചേർത്തു പിടിച്ച് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം സംസ്ഥാന സർക്കാർ. ഒരു സംശയമില്ലെന്നേ. എവിടെയാണ് ചേർത്ത് പിടിക്കുന്നത് അഡ്വക്കേറ്റ്? കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ്ട് ഇപ്പൊ നിങ്ങൾ പറയാൻ പോകുന്നത് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക വരുത്തി ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല എന്നൊക്കെയായി വരാൻ പോകുന്നത്. 1500 കോടി രൂപ ഇപ്പോ സഹകരണ ബാങ്കുകളിൽ നിന്ന് കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ത്യാഗോജല പോരാട്ടം പോലെയാണ് പറയുന്നത്. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നൽകാനുള്ള തുക, സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി, ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്താൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാവുമെന്ന് തന്നെയാണ് ഞാൻ കടമെടുപ്പ് പരിധിയിൽ കൂടാണോ നിങ്ങൾ പിരിക്കാനുള്ള പൈസ പിരിക്കുക? കടമെടുപ്പ് പരിധി കൂട്ടലാണോ സാമ്പത്തിക മാനേജ്മെന്റ്? ഞാൻ പഠിച്ച സാമ്പത്തിക മാനേജ്മെന്റ് അങ്ങനല്ല. നിങ്ങൾ 15,000 20,000 കോടി പിരിക്കാനുണ്ട് സുഹൃത്തെ. നിങ്ങൾ സ്വർണ്ണക്കടക്കാരൻ്റെ നിന്ന് പണം പിരിക്ക്. അവന്റെ പണം പിരിച്ചിട്ട് നിങ്ങൾ AK സെന്ററിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങൾ സർക്കാരിന്റെ ഖജനാവിൽ കൊണ്ടിട്ട്. കടമെടുപ്പ് പരിധിയാണോ ഏറ്റവും വലിയ സാമ്പത്തിക മാനേജ്മെന്റ്? കടമെടുത്തങ്ങ് ജീവിച്ചാൽ മതിയോ നമുക്ക്? പബ്ലിക് മാനേജ്മെന്റിനെ സംബന്ധിച്ച് പണ്ട് MN വിജയൻ പറഞ്ഞതായിരിക്കും എന്റെ അമ്മച്ചി. അപ്പൊ അതുകൊണ്ട് നമുക്ക് പബ്ലിക് ഫിനാൻസിനെ സംബന്ധിച്ച് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സമം കടമെടുക്കലാണോ? അല്ല, പബ്ലിക് ഫിനാൻസിനെ സംബന്ധിച്ച് നമുക്ക് സുദീർഘമായി കാര്യത്തിൽ ചർച്ച ചെയ്യാന്നേ. നമുക്ക് അടുത്ത പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റിനെ കൊടുത്തുള്ള ചർച്ചയിൽ എന്നെ കൂടെ ഒന്ന് വിളിക്കും, നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ സമയമില്ല, നമുക്ക് ചർച്ച ചെയ്യാം.